നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഭദ്രകാളി ദേവിയുടെ ഒരു മന്ത്രമാണ്. ശത്രുക്കളെ തുരത്താൻ വേണ്ടിയിട്ട് ഈ മന്ത്രത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ നിരന്തരം ജപിച്ചു പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ ഓടി ഒളിക്കും എന്നാണ് പറയുന്നത്. നമ്മളെ കാണുന്ന മാത്രയിൽ നമ്മുടെ ശത്രുക്കൾ ഓടി ഒളിക്കും. അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ഭയം ഉണ്ടാകും. നമ്മുടെ ശത്രുതകളൊക്കെ മറന്ന്, ശത്രുദോഷങ്ങളകന്ന്, ശത്രുക്കളുടെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ആവുന്ന ഒരവസ്ഥ ഈ ഒരു മന്ത്രം നിത്യം ജപിക്കുന്ന വ്യക്തിക്ക് സാധിക്കുന്നതാണ്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ശത്രുക്കൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അത് ചിലപ്പം നമ്മുടെ തൊഴിൽ മേഖലയിലായിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലായിരിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അധികം സുഹൃത്തുക്കളില്ലാത്തവർ, അതുപോലെ തന്നെ ഈ രാഷ്ട്രീയക്കാരുടെ പിൻബലം ഇല്ലാത്തവർ, ഇവരൊക്കെ ഈ ശത്രുക്കൾ കൊണ്ട് ഒരുപാട് പൊറുതിമുട്ടുന്ന ആളുകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മളൊരു പരാതി പറഞ്ഞാൽ പോലും വേണ്ട ഒരു നടപടി നമുക്ക് അനുകൂലമായിട്ട് ലഭിക്കാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ ശത്രുക്കളുടെ ഉപദ്രവം സഹിച്ച് നമ്മൾ നമ്മുടെ അഭിമാനമൊക്കെ നഷ്ടപ്പെട്ട് അവരെ ഭയന്ന് ജീവിക്കുന്ന സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ജപിക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഫലം നൽകുന്ന ഒരു ഭദ്രകാളി മന്ത്രമാണിത്. ശത്രുദോഷ ശാന്തിക്കായിട്ട് ഉഗ്രമൂർത്തികൾ ഒരുപാടുണ്ട് നമുക്ക്. നരസിംഹദേവൻ, അതുപോലെ തന്നെ വാർത്താളി, അങ്ങനെ ഒരുപാട് ദേവതകളുടെ ഉഗ്രമായിട്ടുള്ള മന്ത്രമുണ്ട്. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു മന്ത്രമാണിത്. ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു വശമുണ്ട്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് തീരുമാനിക്കുന്നത് ഇത് ദോഷമാണോ അതോ നല്ലതാണോ എന്ന്. അത് ജപിക്കുന്ന വ്യക്തിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഓരോ മന്ത്രങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും നമുക്കത് അനുയോജ്യമാണോ, നമുക്ക് തുടർന്ന് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മന്ത്രജപത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഫലപ്രാപ്തിയും നമ്മുടെ ഗുരുപദേശമൊക്കെ ആയിട്ട് ഒരു കണക്ഷനുണ്ട്. അതുപോലെ തന്നെ ഗുരുവാണ് നമുക്ക് ഈ മന്ത്രത്തിൻ്റെ ഉപയോഗ രീതിയും, അതുപോലെ തന്നെ ഈ മന്ത്രം ജപിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ടുള്ള ഒരു എതിർവശങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരായെങ്കിൽ മാത്രമേ നമുക്ക് ആ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നത് നന്മയാണോ അതോ ദോഷമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ മന്ത്രത്തിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള മന്ത്രപ്രയോഗങ്ങളുടെ ഒരു പ്രയോഗത്തിലേക്ക് കടന്നാൽ മതിയാവും. അപ്പോൾ ശത്രു സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മന്ത്രം തന്നെയാണിത്. ഇത് രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും ഈ 2 നേരം ഈ മന്ത്രം നമ്മൾ ജപിക്കേണ്ടതാണ്. ചെറിയ സംഖ്യയാണ് ജപിക്കേണ്ടത്. 48 ഉരുവാണ് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ജപിക്കേണ്ടത്. അപ്പോൾ ഈ മന്ത്രം ജപിക്കേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് ഈ മന്ത്രം ജപിച്ച് തുടങ്ങേണ്ടത് കൃഷ്ണപക്ഷത്തിലെ ഒന്നെങ്കിൽ അഷ്ടമി ദിവസം, അതല്ലെങ്കിൽ നമുക്ക് സാധാരണ വെള്ളിയാഴ്ചകളിൽ, അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിൽ, അതുപോലെ തന്നെ മകൻ നക്ഷത്രത്തിൽ, ഭരണി നക്ഷത്രത്തിലൊക്കെ നമുക്ക് ഈ മന്ത്രം ജപിച്ച് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മന്ത്രം ഒന്ന് ആദ്യം പറയാം. ഓം ഐം ഹ്രീം ഹ്രീം ഐം ഭം നമഃ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. ഓം ഐം ഹ്രീം ഹ്രീം ഐം ഭം നമഃ. അപ്പം ഇതാണ് മന്ത്രം. അപ്പോൾ ഈ മന്ത്രത്തെ നമ്മൾ 48 ഒരു വീതമാണ് ജപിക്കേണ്ടത്. രാവിലെയും വൈകിട്ടും 2 നേരം ഈ മന്ത്രത്തിൻ്റെ ജപം ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ മന്ത്രം ജപിക്കുന്നതിന് വ്രതത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ വ്രതം എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിനൊന്നും കൂടി നമുക്ക് ആ മന്ത്രമായിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ലയനത്തിലേക്ക് സാധ്യമാകുന്നതാണ്. വ്രതം ഇതിൻ്റെ നിർബന്ധം പറയുന്നില്ല. അപ്പോൾ ഭദ്രകാളിയുടെയൊക്കെ മന്ത്രത്തിൽ എല്ലാ മന്ത്രങ്ങളിലൊന്നും ചില മന്ത്രങ്ങളിൽ മാത്രമേ കൃത്യമായി വ്രതമൊക്കെ എടുക്കണം എന്നുള്ള നിഷ്കർഷയുള്ളൂ. അപ്പോൾ ഈ മന്ത്രത്തിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ നിരന്തരം ജപിക്കുമ്പോൾ, നമ്മൾ പുരുഷന്മാരൊക്കെയാണ് നമ്മൾ നിരന്തരം ജപിക്കുന്നതെങ്കിൽ, ചില മന്ത്രങ്ങൾ ദേവിമാരുടെയൊക്കെ ചില മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ
അവരിലേക്ക് സ്ത്രൈണ ഭാവം കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭദ്രകാളിയുള്ള ദേവതകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ദേവതയാണ്. നമ്മൾ കൊടുങ്ങല്ലൂരുള്ള കോമരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അത്തരത്തിൽ ദേവി ശരീരത്തിൽ പ്രവേശിക്കുന്ന ദേവിയാണ്. ഇപ്പോൾ ഈ മന്ത്രം ആയാൽ പോലും നമ്മൾ കൃത്യമായി വളരെ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ഉപാസിക്കുമ്പോൾ ആ ദേവത നമ്മുടെ ശരീരത്തിലേക്ക് ഒരു എനർജി ആയിട്ട് നമ്മുടെ ഉള്ളിലാണ്, ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലും ചില മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഒരു സ്ത്രൈണഭാവവും വളരെയധികം ഒരു ആകർഷണതയൊക്കെ തോന്നും. അപ്പോൾ അത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു ഫലമാണത്. അപ്പോൾ അത് താല്പര്യമില്ലാത്ത ആളുകൾ, ഈ പുരുഷന്മാർ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടതില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിലും അവരുടെ ആ ഒരു സ്ത്രൈണത, ആ ഒരു സ്ത്രീ സൗന്ദര്യമൊക്കെ വർദ്ധിക്കും. അവരുടെ ഭാവത്തിൽ ഒരു സ്ത്രൈണഭാവം ഒന്നും കൂടി അവരുടെ കണ്ണുകളിലൊക്കെ വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുള്ള മന്ത്രമാണിത്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു മന്ത്രത്തെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ശത്രുക്കൾ ഈ മന്ത്രം നിത്യം ജപിക്കുന്ന ആ വ്യക്തിയുടെ മുമ്പിലേക്ക് വരാതെ അവർ ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഏവർക്കും ഈ മന്ത്രത്തെപ്പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തുടർന്നും ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏവർക്കും നന്ദി.